എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഹാഫ് kg കേക്കും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഹമ്പർ സെറ്റും സെറ്റാക്കി തരുന്നത്. പിന്നെന്താ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയാലും നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് തന്നെ അങ്ങ് സെറ്റാക്കി എടുത്ത്. അപ്പോൾ ബേസിലോട്ട് നമ്മൾ കുറച്ച് ക്രീം വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ടതിന് ശേഷം ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടോ വൈറ്റിൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മളതാണ് വൈറ്റ് ക്രീം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആട്ടോ. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ആൽമണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും കുറച്ചുകൂടെ ഗനാഷ് ചേർത്ത് കൊടുത്തു. നമ്മൾ കുറച്ച് റിച്ച് ആയിക്കോട്ടെ, അവൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ. അപ്പോൾ സെക്കൻഡ് ലെയർ കേക്കും തേർഡ് ലെയർ കേക്കൊക്കെ ഇതേ രീതി തന്നെ അങ്ങ് സെറ്റാക്കി എടുത്ത്. അതിനുശേഷം നമ്മൾ കേക്ക് കുറച്ച് ടൈം ഒന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ 5 മിനിറ്റ് സെറ്റാക്കിയതിന് ശേഷം ഫ്രീസറിലോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അത് ഫൈനലൈസിങ് ചെയ്യാം. അപ്പോൾ വൈറ്റ് ക്രീം വെച്ചാണ് നമ്മൾ ഫൈനലൈസിങ് ചെയ്യണത്. അപ്പോൾ കേക്ക് നല്ലതുപോലെ ഒരു ഷാർപ്പ് എഡ്ജാക്കി എടുക്കാം. അപ്പോൾ ഓരോ വശവും നമ്മൾ ഇതിങ്ങനെ ലെവലാക്കിയതിന് ശേഷം നൈഫ് നല്ലതുപോലെ ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡിലോട്ട് നമ്മൾ സ്ക്രാപ്പർ ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത്. ഈ സ്ക്രാപ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ക്രീം നല്ല സ്മൂത്തായിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം മുകളിലോട്ടായിട്ട് വീണ്ടും നമ്മൾ ഗണേശാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഡെക്കറേഷന് ഞാൻ തന്നെ കേട്ടോ അവനക്ക് കുറച്ച് മോഡൽ അയച്ചു കൊടുത്തു. അപ്പോൾ അതിലൊരു മോഡൽ അവന് ഇഷ്ടമായിട്ട് അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലും മുകളിലോട്ടായിട്ട് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം ആൽമണ്ട് ഇരുന്നോട്ടേന്ന്. എന്നാൽ പിന്നെ ഒട്ടും കുറച്ചില്ല, കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചധികം ആൽമണ്ട് കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് കൂടെ കേക്കിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് കേക്ക്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഹമ്പർ സെറ്റ് കൂടെ ഉണ്ടായിരുന്നു. ഡ്രസ്സും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാൻ മറക്കല്ലേ.